ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഒരു ഈവനിങ് വ്ളോഗാണ്. ഇപ്പോൾ സമയം 5:10 ഉച്ചയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറുന്നത്. ഇന്നിപ്പം ഉമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കണം. ഉമ്മ ഉള്ളപ്പോൾ ഉമ്മ കറി ഉണ്ടാക്കും, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലാണ് ഞാൻ കുഴയ്ക്കുന്നത്. തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുമ്പം ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി ശരിയായി വരുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ചപ്പാത്തി ശരിയായിട്ട് തന്നെ വരും. ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ട് അത് മിക്സ് ചെയ്തു. പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തു. വെള്ളത്തിന് നല്ല ചൂടുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ കൈ പൊള്ളാതെ വേണം കുഴയ്ക്കാൻ. നല്ല ചൂടുണ്ട് മാവിന്. എന്നിട്ടിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഓരോ ബോൾസാക്കി എടുത്തിട്ട് പരത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ പ്രസ്സേലൊന്ന് പ്രസ് ചെയ്യും. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുമ്പം നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും പരത്താം. നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. നല്ല ഈസി ആയിട്ടായിരിക്കും. പെട്ടെന്ന് പരത്തിയെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കനം കുറച്ച് പരത്തിയെടുക്കണേ. അങ്ങനെ എല്ലാം കനം കുറച്ച് നല്ല സോഫ്റ്റായിട്ട് പരത്തി എടുത്ത് വെച്ചു. പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഈ ചപ്പാത്തി ഇപ്പോഴും പരത്തി കഴിയുമ്പോഴത്തേന് അവിടെ മൊത്തം പൊടിയും അഴുക്കുമായിരിക്കും. അപ്പോൾ ഞാൻ ആ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ചെറിയ പൊടിമഴയുണ്ട്, ഇരുണ്ടുമാണ് കിടക്കുന്നത്. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ സോയാ ചങ്ക്സ് എടുത്ത് ചൂടുവെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നല്ല തിളച്ച ചൂടുവെള്ളം വേണം ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് പിഴിഞ്ഞെടുത്തിട്ടാണ് കറി വയ്ക്കുന്നത്. പിന്നെ കുഞ്ഞുറക്കമായിരുന്നു. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് പാൽ തിളപ്പിച്ച് ആറാൻ വെച്ചിട്ട് കുഞ്ഞിനെ പോയി വിളിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഇവിടെ ഒരു സമയം ഒരു 6 മണിയോടുകൂടി എടുത്തിട്ടുണ്ട്. ഇപ്പം വിളിച്ചില്ലെങ്കിൽ രാത്രി കിടക്കാൻ താമസിക്കും. അതുകൊണ്ടാണ് കുഞ്ഞിനെ വിളിച്ച് അവന് പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ കറി വെക്കാനുള്ള പരിപാടി നോക്കി. അതിന് 2 സവോള എടുത്തിട്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിയാണ്. ഞാൻ സോയാ ചങ്ക്സ് ആദ്യമായിട്ടാണ് കറി വെക്കുന്നത്. ഞാനതുകൊണ്ട് കുറച്ച് റെസിപ്പിയൊക്കെ യൂട്യൂബിൽ നോക്കി. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് വയ്ക്കുന്നത്. പിന്നെ പാൻ വെച്ചു. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേന് അതൊന്ന് മൂത്ത് വരാൻ വേണ്ടി വെച്ച് കേട്ടോ ആദ്യം. അപ്പോഴത്തേക്കും എണ്ണ തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചു. ഇങ്ങനെ ഒഴിച്ച് വെക്കുമ്പം താഴെ പോവുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് ഒഴിക്കുന്നത് സേഫ്. പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നപ്പോഴത്തേന് ഞാൻ സവാളയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ സവാളയും കൂടെ മൂക്കണം. അപ്പോഴത്തേന് ഞാനോർത്തു കാപ്പിക്കത്തേന് ഞാൻ അരി ഉഴുന്നും കുതിരാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതും മൂത്ത് വരുമ്പോഴത്തേന് അത് അരച്ചും കൂടി വെക്കാം. അപ്പോൾ 2 പണി നമുക്ക് ഒരു സമയം കൊണ്ട് കഴിയും. ഞാൻ അരിയുടെ കൂടെ ഒരു പിടി അവലും കൂടെ കുതിരാനിട്ടിട്ടുണ്ട്. അതാണ് ആ കളറ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സോയാ ചങ്ക്സ് നന്നായിട്ട് പിഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചേ. അവൽ ഇവിടെ ഉമ്മ ചേർക്കുന്ന കണ്ടിട്ട് ഞാൻ ചേർക്കുന്നതാണ്. പിന്നെ ഞാൻ കുറേ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ട് നല്ല ദോശ നന്നായിട്ട് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അവൽ ചേർക്കുന്നത് നല്ലതാണെന്ന്. അപ്പം ഞാൻ അരി അരയ്ക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ സവാളയും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് അതും വഴറ്റി കൊടുക്കുന്നുണ്ട് ഒരു വശത്ത്. പിന്നെ നല്ലപോലെ ആദ്യം ഉഴുന്നാണ് അരയ്ക്കുന്നത്. ഉഴുന്നരച്ചു. അങ്ങനെ പിന്നെ അരി അരച്ചു. അരിയും അവലും കൂടെയാണ് അരച്ചത്. നിങ്ങൾ അവലെടുക്കുമ്പോഴത്തേന് അരിയുടെ കൂടെ കുതിരാനിടണ്ട. വേറൊരു ചെറിയ പാത്രത്തിൽ കുതിരാനിട്ടിട്ട് അരയ്ക്കുമ്പം ഒന്നിച്ചിട്ട് അരച്ചാൽ മതി. ഞാനിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് എനിക്കിങ്ങനെ വെള്ളം കൂടുതലായിപ്പോയി, അലുത്ത് പോയി അവൽ. എന്നിട്ട് ഞാൻ അരിച്ചിട്ടൊക്കെയാണ് ഒന്ന് ശരിയാക്കി എടുത്തത്. എന്നിട്ട് ആദ്യം അരച്ച ഉഴുന്നിലേക്ക് അരച്ച് വെച്ച അരിയും അവലും കൂടെ ചേർത്ത് നന്നായിട്ടൊരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. നാളെ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നോളും. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ.
ഇപ്പോൾ ഇവിടെ സമയം ഒരു 6 മണി 6:15 കൂടി അടുത്തിട്ടുണ്ട്. ചെറിയ ഇരുട്ടൊക്കെ ആയി. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ. ആ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ സന്ധ്യ വരെയുള്ള ഏകദേശം പണികളൊക്കെ തീർന്നു. ഇനി കറി അപ്പത്തേന് നല്ല തിളച്ച് പച്ചമണമൊക്കെ മാറി നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. എന്നിട്ട് പിന്നെ സമാധാനമായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചായ വെച്ചു. എന്നിട്ട് മുറ്റത്ത് പോയിരുന്ന് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേനും ചെറിയ ചാറ്റൽ മഴയുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും ബാങ്ക് വിളിച്ചു, ബാങ്ക് വിളിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പം 7:10 പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോവുകയാണ്. അപ്പം കുളിപ്പിക്കാൻ വിളിച്ചാൽ വരികയില്ല. അങ്ങനെ നമുക്ക് കുറേ സമയം അങ്ങനെ പോവും. പിന്നെ അവൻ വന്നു, അവനെ കുളിപ്പിച്ചു, അവനെ ഉടുപ്പൊക്കെ ഇടിയിച്ചു. പിന്നെ കുഞ്ഞിന് ചോറ് കൊടുത്തു. ഇത് രാവിലത്തെ പടവലങ്ങായും തക്കാളിക്കായും പരിപ്പ് ഇട്ട് വെച്ച കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കറിക്ക്. അതെല്ലാം കൂട്ടി അവന് ചോറ് കൊടുത്തിട്ട് ഞാൻ പിന്നെ ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നു. അപ്പം നമ്മുടെ അടുക്കള വശത്ത് ഒരു പൂച്ചയെ കണ്ടു. അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ്, നമുക്ക് പൂച്ചയൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മൾ ചപ്പാത്തി ഇടുന്ന ഈ അടുക്കളയാണ് നമ്മുടെ മെയിൻ അടുക്കള. മറ്റേത് വർക്ക് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിലാണ് കൂടുതൽ കുക്ക് ചെയ്യുന്നതെങ്കിലും ചപ്പാത്തി ചുടുന്നതും ഒക്കെ നമ്മൾ ഈ മെയിൻ അടുക്കളയിലാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ നല്ല പപ്പടം പോലെ പൊങ്ങി വന്നു. അങ്ങനെ പപ്പടം പോലെ പൊങ്ങി വന്ന് കണ്ട് സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം മറന്നു. ഉച്ചയ്ക്ക് ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പപ്സ് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അത് ചായയുടെ കൂടെ കഴിക്കാൻ മറന്നുപോയി. പിന്നെ ഞാനത് അപ്പം തന്നെ പോയി എയർ ഫ്രയറിൽ വെച്ച് ചൂടാക്കി 11 മിനിറ്റ് വെച്ചെങ്കിൽ ഞാൻ അത്രയും നേരം എടുത്തില്ല. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കി എടുത്തു. നല്ല പപ്സായിരുന്നു, നല്ല മുരുമുരാന്നിരിക്കുന്ന നല്ലൊരു പപ്സായിരുന്നേ. മീറ്റ് പപ്സായിരുന്നു. അതൊരെണ്ണം വാപ്പച്ചിക്കും കൊടുത്തു, ഒരെണ്ണം ഞാനും കഴിച്ചു. പിന്നെ രാത്രിയിലത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീനാക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ, ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതേപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വീഡിയോയുടെ കമൻറ്റ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇടണം. താങ്ക് യു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ